ചേച്ചി വിഷമിക്കണ്ടാട്ടോ. എന്നാലും എന്റെ കുണുക്കി ഞാനിന്ന് അത്രയും നാണം കെട്ടില്ലേ. നീതുമോളെ, നീ എന്താ ചോറ് തിന്നാൻ വരാത്തെ? അമ്മ ദേ വിളിക്കുന്നുണ്ട്. എനിക്ക് ചോറൊന്നും വേണ്ട. നീ ഇപ്പോഴും സ്കൂളിലെ കാര്യത്ത് വിഷമിച്ചിരിക്കുവാണോ? ടീയക്കുട്ടിയുടെ അമ്മേനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൾക്ക് നല്ലത് തന്നെ കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. എന്ത് കൊടുത്തിട്ട് എന്താ? അവള് നാണം കെട്ടില്ലല്ലോ, ഞാനല്ലേ നാണം കെട്ടത്. രാവിലെ 10 മണിക്ക് എക്സാം തുടങ്ങണേ മുമ്പേ കോപ്പി അടിക്കാൻ എടുത്ത പേപ്പറുമായിട്ട് മിസ് എന്നെ വരാന്തേ കൂടിയല്ലേ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയത്. എന്തോരം കുട്ടികൾ കണ്ടിട്ടുണ്ടാകും. എന്നിട്ടോ അവക്ക് രാവിലെ തന്നെ എക്സാം എഴുതാൻ പറ്റി. എനിക്ക് ഉച്ചക്ക് ഒറ്റക്കിരുന്ന് എക്സാം എഴുതേണ്ടി വന്നില്ലേ? നീ പറഞ്ഞത് ശരിയാടി നീതുമോളെ. കാരണം ഇന്ന് ലാസ്റ്റ് എക്സാം അല്ലേ. ഉച്ചക്ക് എല്ലാ സ്റ്റുഡന്റും പോയി കഴിഞ്ഞല്ലേ അവളാണ് തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞത്. അപ്പോൾ നിന്റെ ക്ലാസ്സിൽ ഒത്തിരി പേര് ഇപ്പോഴും നീ തന്നെയാ തെറ്റുകാരി എന്ന് കരുതിയിരിക്കുമായിരിക്കും. അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം കൂടുതൽ. കുറെ കുട്ടികൾ പോയി കഴിഞ്ഞല്ലേ അവളുടെ കള്ളത്തരം കണ്ടുപിടിച്ചത്. ഒരു തീയക്കുട്ടി, അവൾ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. അതെ, ഒരു തീയക്കുട്ടി. അവക്കിട്ടൊരു പണി കൊടുക്കണം. നീ വിഷമിക്കണ്ട നീതുമോളെ, അവക്കിട്ടൊരു പണി ഞാൻ കൊടുത്തോളാം. അതിന് സ്കൂൾ അടിച്ച് വെക്കേഷൻ തുടങ്ങിയില്ലേ? ഇനി എപ്പോഴാ? ജൂണിലോ? അവളുടെ വീട് ഇവിടെ അടുത്തല്ലേ, റെസിഡൻസിലോ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമല്ലോ, അപ്പൊ കൊടുക്കാം. വെക്കേഷൻ അവള് ഫുള്ള് വല്ല ടൂറിലായിരിക്കും. അവൾ ഇനി കാണണമെങ്കിൽ ജൂൺ എത്തണം. എന്നാ പിന്നെ ഇന്ന് തന്നെ പണി കൊടുത്താലോ? ഇന്നിനി എപ്പോ? ഈ സന്ധ്യക്കോ? അവളും അവളുടെ മമ്മി വീട്ടിലിരുന്ന് സുഖിക്കുമായിരിക്കും. അമ്മ, കുണുക്കൻ എന്തു പറ്റി? കുണുക്കന്റെ ചുമ കൂടി കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല മക്കളെ. ഞാൻ ഇവിടെ ഇരുന്ന സിറപ്പൊക്കെ എടുത്തു കൊടുത്തു. ഇപ്പൊ ആവിയൊക്കെ പിടിപ്പിച്ചു. എന്നിട്ട് ഒരു രക്ഷയില്ല. ചുമച്ച് അവന് വയ്യ. അയ്യോ അമ്മ, എന്നാ അവനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അച്ഛനെ വിളിച്ചു. അച്ഛനിപ്പോ ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ വിളിച്ച് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. നിത്യമോളെ, നീതുവിനെയും കുണുക്കീനെയൊക്കെ നോക്കിക്കോളണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. പാവം കുണുക്കൻ, അവന്റെ കിടപ്പ് കണ്ടില്ലേ. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം ഞാൻ അടുക്കള റെഡിയാക്കിയിട്ടുണ്ട്. സമയമാകുമ്പോൾ എടുത്ത് കഴിക്കണം. ഞങ്ങൾ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ തിരക്കാണെങ്കിൽ വരാൻ വൈകും. വാതിലടച്ചിരിക്കണം. ആര് വിളിച്ചാലും തുറക്കരുത് കേട്ടോ. ശരി അമ്മ, അമ്മ വേഗം പോയിട്ട് വാ. ഫോൺ ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ചോളാം. ശരി, അന്ന് അമ്മ പോയിട്ട് വരാം. ഈ കുണുക്കൻ്റെ ഒരു ചുമ, അവൻ എപ്പോഴും ചുമയാ. അതിന് നിനക്കെന്താടി കുണുക്കി? അവനെ മരുന്നിന് കൊണ്ടുപോകണ്ടേ? അവൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കറങ്ങാൻ പോയതാ കള്ളൻ. ഇനി അവൻ എപ്പോൾ വരുമെന്നാവോ? അടിച്ച് പൊളിക്കാൻ പോയതായിരിക്കും. പിന്നെ ഹോസ്പിറ്റലിലല്ലേ അടിച്ചു പൊളിക്കാൻ പോകുന്നത്? കുണിക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി എപ്പോൾ വരാനാ? എങ്ങനെ നോക്കിയാലും ഒരു 2-3 മണിക്കൂർ എടുക്കും. അതമ്മ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തിരക്കായിരിക്കുമെന്ന്. എടി നീതുമോളെ, ഞാൻ അതല്ല പറഞ്ഞത്. ഇത് കിട്ടിയ അവസരമാണ് നമുക്ക്. അവസരോ? അതേടി, തീയക്കുട്ടിക്ക് പണി കൊടുക്കാനുള്ള അവസരം. കുണിക്കുമോള് പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ പണി കൊടുക്കണമെന്ന്. ഇവിടെ ഇപ്പൊ അച്ഛനും അമ്മയും ആരും ഇല്ലല്ലോ. അവര് വരാൻ ഒരു 2-3 മണിക്കൂർ എടുക്കും. ഈ സമയത്ത് അവളുടെ വീട്ടിൽ പോയി നമുക്ക് പണി കൊടുക്കാം. ചേച്ചി എന്തൊക്കെയാ പറയണേ? നമ്മൾ അവളുടെ വീട്ടിൽ പോയിട്ട് എന്ത് പണി കൊടുക്കാനാ? പ്രേതപ്പണി. അയ്യോ, പ്രേതോ? അതേടി, പ്രേതപ്പണി. നമ്മൾ പണ്ട് അച്ചാമ്മേനൊക്കെ പറ്റിച്ച പോലെ നമുക്ക് 3 പേർക്കും കുറച്ച് വെള്ള പുതപ്പ് കേട്ട് അവളുടെ വീട്ടിലോട്ട് ചെല്ലാം. എന്നിട്ട് അവൾ ഉറങ്ങണ മുറിയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. രാത്രി അവളെ പേടിപ്പിച്ച് കൊല്ലണം. ചേച്ചി കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അറിയാലോ, അവളുടെ മമ്മി എങ്ങാനും പറഞ്ഞ അവളെ പോലീസിനെ വിളിക്കും. മമ്മി അറിയാതെ നമുക്കിത് പ്ലാൻ ചെയ്യണം. അയ്യോ, പ്രേതോ? കുണിക്കുമോളൊന്ന് പ്രേതോട്ട് നീതുമോളെ പേടിപ്പിച്ചില്ലേ? അതുപോലെ മതി. അതൊക്കെ ചേച്ചി. എന്നാലും ഇല്ല. വേഗം വാ. അവളെ എന്നെ കള്ളിയുടെ ചേച്ചിന്ന് വിളിച്ചതാ. അവക്കിട്ടൊരു പണി ഇന്ന് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ നാളെ മുതൽ അമ്മയും മോളും വല്ല ടൂറിലായിരിക്കും. എന്നാ വാ ചേച്ചി, നമുക്കിപ്പോ തന്നെ പോകാം. എന്നിട്ട് അച്ഛനും അമ്മ എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വന്ന. മമ്മക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എനിക്കോ? എന്താ ടീയക്കുട്ടി നീ അങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ ആ സ്കൂളിലെ പ്രിൻസിപ്പൾ മമ്മീനെ എന്തൊക്കെയാ പറഞ്ഞത്? അത് ഞാൻ കാരണം. മമ്മി എന്നോട് വഴക്കാണോ? എന്റെ ടീയക്കുട്ടി, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. മമ്മി നിന്നോട് എന്തിനാ വഴക്കിടുന്നേ? മമ്മി സന്തോഷത്തിലാ, ഒത്തിരി സന്തോഷത്തില്. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞത് മമ്മിക്ക് ഫീൽ ആയില്ലേ? ടീയക്കുട്ടി, നീ പ്രിന്റ് ഔട്ട് കൊണ്ടുപോയി നീതുമോളുടെ ബാഗിലിട്ടത് കൊണ്ടെന്താ? നിനക്ക് എക്സാം ഒക്കെ കറക്റ്റ് സമയത്ത് എഴുതാൻ പറ്റിയില്ലേ? എന്നാ നീതുമോളോ, അവക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവളെ 2 മണിക്കൂർ പ്രിൻസിപ്പളിന്റെ റൂമിൽ നിർത്തിയില്ലേ? എനിക്ക് അതാണ് കൂടുതൽ സന്തോഷം. അതെ മമ്മി, അതോർക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കോപ്പി അടിക്കുന്നതൊക്കെ തെറ്റാ ടീയക്കുട്ടി. പക്ഷേ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പിടിക്കപ്പെടുമെന്നായാൽ നീ ചെയ്തതുപോലെ ചെയ്യുന്നതാ നല്ലത്. നീതുമോളുടെ ബാഗിലിട്ടത് എന്തായാലും നന്നായി. കുറച്ചു നേരത്തേക്ക് അവളെ വിഷമിപ്പിക്കാൻ പറ്റിയല്ലോ. പിന്നെ അവളുടെ പാരൻസിനെ. അതെ മമ്മി, എൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, എന്നിട്ട് ഞാൻ അവളുടെ ബാഗിൽ മാത്രം ഇട്ടതെന്താ? അവൾ എൻ്റെ എനിമിയാ. അവളെല്ലായിടത്തും എന്നെ തോപ്പിക്കാൻ നടക്കുക. അതുകൊണ്ടാ. ഓക്കെ ടീയക്കുട്ടി, അതെല്ലാം വിട്. ഇത്രയും ദിവസം എക്സാമിന്റെ പുറകെ ആയിരുന്നില്ലേ? നമ്മുടെ പൂളിൽ പോയി നീ നല്ലപോലെ ഒന്ന് നീന്തി കുളിക്ക്. മമ്മ ഇവിടെ ചിക്കൻ ബിരിയാണിയും മട്ടൻ മന്തിയും ഒത്തിരി വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മട്ടൻ മന്തിയോ? മമ്മി, ഞാനെന്നാ വേഗം പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. ശരി ടീയക്കുട്ടി, വേഗം പോയിട്ട് വാ.
ഇവിടെയും ആരെയും കാണുന്നില്ലല്ലോ, എങ്ങനെ ഇവരുടെ വീട്ടിലൊന്ന് കയറുക? എടി കുണിക്ക്, നീ വെള്ളത്തിൽ കുളിക്കാനാണോ വന്നത്, അല്ലെങ്കിൽ പ്രേതമായിട്ട് തീയ കുട്ടീനെ പേടിപ്പിക്കാനാണോ വന്നത്? കുണിക്കുമോള് പറയണതിൽ കാര്യമുണ്ടടി. എന്തൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളായത്, കണ്ടിട്ട് തന്നെ കൊതിയാകുന്നു. ഓ, ചൂട് കാലമാണ്, ഇവക്കൊക്കെ ഇതിൽ ഇങ്ങനെ കിടക്കാം അല്ലേ? സ്വിമ്മിംഗ് പൂള് കണ്ട് കൊതിച്ച് ഇവിടെ നിൽക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും അകത്തേക്ക് കടക്കാൻ നോക്കാം. ഇതിന്റെ സൈഡിൽ കൂടി നടക്ക്. അയ്യോ നേരാടി, ആ ടീയക്കുട്ടി ഇങ്ങോട്ട് വരുന്നു. അവൾ ഈ പാതിരാത്രി എന്തിനാണാവോ സ്വിമ്മിംഗ് പൂളിലോട്ട് വരുന്നത്? മിണ്ടല്ലേട്ടോ. ഓ, എക്സാം ഒക്കെ കഴിഞ്ഞ് സമാധാനമായി. ഇനി നന്നായിട്ടൊന്ന് നീന്തി കുളിച്ചിട്ട് വേണം മമ്മി ഉണ്ടാക്കിയ മട്ടൻ മന്തി കഴിക്കാൻ. അയ്യോ, ഒന്ന് പതിയെ പറയടി കുണുക്കി, മിണ്ടാതിരിക്കെ. അവൾ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങട്ടെ. അവള് കുളിച്ച് പോയിട്ട് വേണം നമുക്ക് വീട്ടിൽ കയറാൻ. നമ്മൾ ഇനി എന്തിനാണ് വീട്ടിൽ കയറണേ? നമുക്ക് ഇപ്പൊ തന്നെ പേടിപ്പിച്ചാലോ? അതൊന്നും പറ്റൂല, അവളെ വീട്ടിൽ കയറി തന്നെ പേടിപ്പിക്കണം. ആദ്യം അവളിപ്പോ എന്താ ചെയ്യാൻ പോണേന്ന് നോക്കട്ടെ. ഹായ്, എന്താ തണുപ്പ്, ഒന്ന് മുങ്ങി കിടക്കട്ടെ. അതെടി, അവളെന്തേ വെള്ളത്തിന്റെ അടിയിൽ കൂടി നീന്തുന്ന കണ്ടോ? ശരിയാ, ജലപിശാച്ച് തന്നെയാ. ഇവക്ക് ശ്വാസവും കിട്ടൂല. എത്ര നേരം ഇതിന്റെ അടി കിടക്കുന്നു? നമുക്ക് അകത്ത് കയറി പ്രേതോട്ട് ഇവിടെ പേടിപ്പിക്കാം. അതിനു മുമ്പ് ഇപ്പൊ ചെറിയ ഡോസ് കൊടുക്കാം. ചെറിയ ഡോസോ? ആ ചേച്ചി, ഈ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലെ ചെടികളൊക്കെ നോക്കിയേ. അതിലെന്തോരം പാറക്കല്ലും ഉരുളക്കല്ലും ഒക്കെയാ വെച്ചിരിക്കുന്നത്. നമുക്ക് ആ കല്ലെടുത്ത് ഈ പൂളിലേക്ക് എറിയാം. അതെന്തിനാടി ചേച്ചി? നമുക്ക് ഒളിച്ചിരുന്ന കല്ലെറിയാം, നല്ല രസമായിരിക്കും. കല്ല് വീഴുന്നത് എവിടെന്നാന്നറിയാതെ അവള് പേടിച്ച് ഓടിക്കോളും. എന്നാ ആദ്യം ഞാൻ തന്നെ അറിയാം. അയ്യോ, കൊള്ളാടി ഇതുമോളെ, നല്ല ഉന്നം. അവളുടെ തൊട്ടടുത്ത്. ഇനി അടുത്തത് ഞാൻ അറിയാം. അയ്യോ, ഇത് എന്താ ഒരു ഒച്ച? അയ്യോ, ആരാ കല്ലെറിയുന്നേ? എവിടെന്നാ ഒരു ഒച്ച? നിതുമോളെ ശരിക്കും വിളിച്ചോ? അവളിതേ കേറി നമ്മളെയൊക്കെ നോക്കുക. ആരാ കല്ലെറിഞ്ഞേ? ആരാ ഇപ്പൊ കുട്ടിച്ചാത്താന്ന് പറഞ്ഞേ? എനിക്ക് പേടിയാവുന്നു. മമ്മി, അയ്യോ മമ്മി. അവള് ഓടി ചേച്ചി. എന്തായാലും തുടക്കം കൊള്ളാം. ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറാം. അത് തന്നെ, എങ്ങനെയെങ്കിലും വീടിന്റെ അകത്തോട്ട് കയറിട്ടെ അവളെ പേടിപ്പിക്കണം. അവൾക്ക് എന്തായാലും പ്രേതത്തിന് പേടിയുണ്ടെന്ന് മനസ്സിലായില്ലേ? കുണിക്കുമോള്, ഈ വെള്ളത്തിൽ കുളിച്ചിട്ട് വരാം. വെള്ളത്തിൽ ഇറങ്ങാനോ? അതൊന്നും വേണ്ട, നീ കയറിക്കേ. നീ അവളെ പേടിപ്പിക്കാൻ വന്നതാണോ അതോ വെള്ളത്തിൽ കുളിക്കാൻ വന്നതാണോ? അത് തന്നെ. എടി കുണിക്ക്, വെള്ളത്തിലൊക്കെ പിന്നെ ഇറങ്ങാം. അങ്ങോട്ട് നടക്ക്. നമുക്ക് ടീയക്കുട്ടിയുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒളിച്ചു കയറണം. എന്നാ വേഗം നടക്ക്, അടുത്ത പണി കൊടുക്കണ്ടേ?